എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം രാധമ്മ വിനീതിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, രാത്രി നന്നായിട്ട് ഉറങ്ങിയോ എന്നൊക്കെ. അന്നേരം നന്നായിട്ട് ഉറങ്ങി, കല്യാണം ഉറപ്പിച്ച് പിന്നെ ഞാൻ നേരാവണ്ണം കിടന്ന് ഉറങ്ങിയിട്ടില്ല, അമ്മ കല്യാണത്തിന് സമ്മതിക്കുമോ, എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കുമോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഉറങ്ങാതെ കിടക്കുമായിരുന്നു. ഇന്നലെ സമാധാനമായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റു എന്ന് പറയുമ്പം രാധമ്മയുടെ മുഖത്തൊരു വിഷമമാണ്. പിന്നെ അതങ്ങ് പോട്ടെ എന്ന് വയ്ക്കും. എന്നിട്ട് വിനീതിനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ പൊരിഞ്ഞിക്കോഴിയെ പോലെ ഇങ്ങനെ റൂമിലിരിക്കാതെ ഫ്രണ്ട് വശത്ത് വന്നിരിക്കണം, എന്നിട്ട് ഈ വീടിൻ്റെ നാഥൻ ഞാനാണ് എന്നുള്ളൊരു ഗമയോട് കൂടി ആ ഫ്രണ്ടിലെ കസേരയിൽ അങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ ചോദിക്കും, നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മാല മേടിച്ച് തരാമെന്ന് നീ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പം വിനീത് പറയുന്നുണ്ട്, കല്യാണത്തിൻ്റെ ചിലവ് എല്ലാം എടുത്തതുകൊണ്ട് കയ്യിലെ പൈസ എല്ലാം തീർന്നുപോയി, പക്ഷേ രാധമ്മയ്ക്ക് ഞാൻ ഉറപ്പായിട്ടും മാല മേടിച്ച് തരും എന്ന് പറയുമ്പം ആ ഒരു ഓർമ്മ ഉണ്ടായാൽ മതി എന്ന് പറയും. എന്നിട്ട് വിനോദിനോട് കുളിച്ച് പുറത്തേക്ക് വരാൻ പറഞ്ഞിട്ട് രാധമ്മ പോവുകയാണ്. ഈ സമയം ശാരദ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് കുറച്ച് ചെടിയൊക്കെ നട്ടുകൊണ്ടിരിക്കുമായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഗംഗ ആ കൂടെ കൂടാൻ വേണ്ടി ചെല്ലും. അന്നേരം ശാരദ പറയുന്നുണ്ട്, മേത്ത് ചെളിയാകും, നീ ഇതൊന്നും ചെയ്യണ്ടെന്ന് പറയുമ്പോൾ അത് സാരമില്ല, കൈ കഴിയാൽ മതി എന്ന് പറഞ്ഞ് കൂടെ കൂടുക. അന്നേരം വിനീത് എഴുന്നേറ്റില്ലേ എന്ന് ചോദിക്കും. അറിയില്ല എന്നാണ് ഗംഗയുടെ മറുപടി. അന്നേരം അങ്ങോട്ട് നീളമോള് വരും. നീള പറയുന്നുണ്ട്, എഴുന്നേറ്റു കേട്ടോ, എന്നോട് ബ്രഷും പേസ്റ്റും ഒക്കെ വേണമെന്ന് പറഞ്ഞായിരുന്നു, സോറി ചേച്ചി, ചോദിച്ചിട്ട് കുറേ നേരമായി, ഞാൻ കൊടുത്തില്ല എന്ന് പറയുമ്പം ആ റൂമിൽ തന്നെ ഇരിക്കുന്ന സ്ഥലവും പറഞ്ഞു കൊടുക്കും, നീളമോളോട് എടുത്തു കൊടുക്കാൻ പറഞ്ഞ്. പക്ഷേ ശാരദ നീളമോളോട് പോകണ്ട എന്ന് കണ്ണുകൊണ്ട് കാണിക്കുവേ. അന്നേരം മോള് ഗംഗയോട് പറയും, അയ്യോ ചേച്ചി, എന്നെക്കൊണ്ട് പറ്റിയല്ല, ചേച്ചി തന്നെ കൊണ്ട് കൊടുക്കുക എന്ന്. അന്നേരം ഗംഗയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ശാരദ പോകണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്ന്. ശാരദേനെ ഒന്ന് നോക്കിയിട്ട്, പണിയും മെനക്കെടുത്തി എന്ന് അവനെ കൈയും കഴിയിട്ടങ്ങ് പോവുക. അന്നേരം ഇത് വലിയ പണിയൊന്നുമല്ല, ഞാൻ ചെയ്തോളാം എന്ന് ശാരദ പറയുന്നുണ്ട്. ഈ സമയം വിനീത് ഇപ്പം പേസ്റ്റും ബ്രഷും അങ്ങ് വരും എന്ന് കരുതി നോക്കിയിരിക്കുകയാണല്ലോ. അപ്പോൾ റൂമിലേക്ക് ഒരാൾ വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ കയറി വാ മോളെ എന്ന് പറയും. കാരണം നിളമോളോടല്ലേ പറഞ്ഞു വിട്ടത് ബ്രഷ് എടുത്തുകൊണ്ട് വരാൻ. തിരിഞ്ഞു നോക്കുമ്പോൾ ഗംഗയാണ്. അന്നത്തേക്കും അയ്യോ ഞാൻ മോളാന്ന് ഓർത്താട്ടോ, നിളമോളാണോ എന്നോർത്താണ് മോളെന്ന് വിളിച്ചത്, സോറി എന്ന് പറയും. ഒന്നും മിണ്ടില്ല, ഒരു ചെറു പുഞ്ചിരിയോടെ ആ ബ്രഷും പേസ്റ്റും കയ്യിലോട്ട് കൊടുക്കുവാണ്. അന്നേരം ആകെ മുഷിഞ്ഞ് നിൽക്കുവാണല്ലോ വിനീത്, ഇന്നലെ രാവിലെ ഇട്ട ഡ്രസ്സല്ലേ. അന്നേരം അത് കാണുമ്പം അവിടുത്തെ അലമാരി തുറന്നിട്ട് അരവിന്ദിൻ്റെ ഒരു ഷർട്ടും മുണ്ടൂടെ എടുത്ത് കൊടുക്കുവാണ്. അന്നേരം ആ ഷർട്ടും മുണ്ടും ഇട്ടുകൊണ്ട് നിന്ന് ഗംഗയോട് സംസാരിച്ച് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ പോകുന്നുണ്ട് ഗംഗയുടെ. ഏതായാലും അത് കൊണ്ട് കൊടുത്തിട്ട് പറയും, ഇത് അച്ഛൻ്റെയാണ്, കറക്റ്റ് ഭാഗമായിരിക്കും, ഇട്ടോളാൻ പറയും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗംഗ അങ്ങ് പോകാൻ തുടങ്ങുമ്പം ദേഹത്ത് വെച്ച് നോക്കുന്നൊക്കെയുണ്ട് വിനീത്. അതൊക്കെ കണ്ട് ഒരു ചിരിയോടെ ഗംഗ പുറത്തേക്ക് പോകുന്നു. അന്നേരം അത് ദേഹത്ത് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട്, കറക്റ്റ് ഭാഗം, നല്ല തയ്യൽക്കാരി എന്നൊക്കെ പറയുന്നുണ്ട് വിനീത്. അതുപോലെ നിവിനെയും കാണിക്കുന്നുണ്ട്. നിവിനാണെങ്കിൽ തലേ ദിവസം വിനീതിനെ അവരുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ചാടിച്ചുകൊണ്ട് വന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഇങ്ങനെ വലിയ വാചകം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സലീമയ്ക്കും ബേബി ചേട്ടനൊക്കെ ഇത് കേട്ടുകൊണ്ട് നിൽപ്പുണ്ട്. അന്നേരം ബേബി ചേട്ടനെ ഇടയ്ക്കിടയ്ക്ക് പുച്ഛമാണ്, അങ്ങോട്ട് ഇടയ്ക്ക് ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വിനീത് വരുന്നത്. അപ്പം വിനീത് വരുമ്പം അവരുടെ കടയുടെ ഫ്രണ്ടിൽ തന്നെ വിനീതിൻ്റെ ബൈക്ക് ഇരിക്കുന്നതാണ്. അന്നേരം അതിലിങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക, അത് ആരവിടെ കൊണ്ട് വെച്ചു എന്ന് അറിയില്ലല്ലോ. അന്നത്തേക്കും ബേബി ചേട്ടൻ ഇറങ്ങി ചെല്ലും. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് നിൻ്റെ ബൈക്ക് തന്നെയാണ്, ആരുടെയോ കൈ കൊടുത്തു വിട്ടതാണ് നിൻ്റെ അമ്മ. അതുപോലെ നിൻ്റെ ഡ്രസ്സും സകല സാധനങ്ങളും ഒരു കവറിൽ പാക്ക് ചെയ്ത്, പല കവറിലായിട്ട് പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്, നിൻ്റെ ഒന്നും അവിടെ വേണ്ടെന്നാണ് നിൻ്റെ അമ്മയുടെ വിചാരം എന്നിങ്ങനെ പറയുമ്പം വിനീത് പറയുന്നുണ്ട്, എന്തൊക്കെ കാണിച്ചാലും അവിടെയുള്ള അമ്മ എൻ്റേത് അല്ലാതാകുന്നില്ലല്ലോ എന്ന്. അന്നേരം ബേബി ചേട്ടൻ പറയുന്നുണ്ട്, അതൊക്കെ നിൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി വരാൻ കുറേ കാലം എടുക്കും, നീ വിഷമിക്കേണ്ട, നല്ലൊരു ദിവസമായിട്ട് കയറി വാ എന്ന് പറഞ്ഞ് അങ്ങ് കടയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവിടെ ചെല്ലുമ്പം നിവിൻ ചോദിക്കും, എടാ ഇതെന്ത് കോലമാടാ നിൻ്റെയെന്ന്. അന്നേരം ഇത് അമ്മാവൻ്റെ ഡ്രസ്സാണ്, ഞാൻ മാറാൻ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഗംഗ തന്നതാന്ന് പറയുമ്പോൾ ഈ കോലത്തിൽ നീ അവിടെ ഒരുപാട് നേരം ഇരിക്കാതിരുന്നത് നന്നായി എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് നിവിൻ. അത് കഴിഞ്ഞ് കല്യാണത്തിൻ്റെ പാർട്ടി കൊടുക്കണം എന്ന് പറഞ്ഞ് അവർ ബഹളം വയ്ക്കുന്നു. അന്നേരം ഇന്ന് വൈകിട്ട് നമുക്കൊരു ചെറിയ പാർട്ടി നടത്താമെന്ന് വിനീത് പറയുന്നുമുണ്ട്. അതിനുശേഷം ഗംഗയെ കാണിക്കുന്നുണ്ട്. ഗംഗ വീട്ടിൽ പണിയൊക്കെ ചെയ്യുന്നു, എന്നത്തെയും പോലെ തന്നെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ശാരദ ഇടയ്ക്കിടയ്ക്ക് ഗംഗയെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഗംഗയോട് ചോദിക്കും, മോളെ നിനക്ക് സുഖമാണോ എന്ന്. അന്നേരം ഒന്നും മിണ്ടിയല്ലേ. കുറച്ച് കഴിഞ്ഞ് പിന്നെയും ചോദിക്കും, ഞാൻ മോളോടാണ് ചോദിച്ചതെന്ന് പറയുമ്പോൾ അമ്മയുടെ ചോദ്യം എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ മറുപടി പറയാത്തത് എന്ന് ഗംഗ പറയും. അന്നേരം അവിടെ നിന്ന് ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാവേരിയും പറയുന്നുണ്ട്, ഒരു വർഷം ഗൾഫിൽ നിന്നിട്ട് വരുന്നവരോട് ചോദിക്കുന്ന ചോദ്യം ഇന്നലെ വൈകിട്ട് വരെ ഇവിടെ ഉണ്ടായിരുന്ന ചേച്ചിയോട് ചോദിച്ചിട്ട് എന്ത് മറുപടി കിട്ടാനാ എന്ന് ചോദിക്കുമ്പം കാവേരിയോട് ദേഷ്യപ്പെടുന്നുണ്ട് ശാരദ. അന്നേരം ഞാൻ ഇതിനകത്ത് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ കാവേരി അങ്ങോട്ട് പോകും. കാവേരി പോയി കഴിയുമ്പോൾ ശാരദ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ നിന്നോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ദോശ വേണോ എന്ന് ചോദിക്കുക. എന്നിട്ട് ഞാൻ ചോദിക്കുന്നതിനോട് മറുപടിയാണോ നീ തരുന്നത്
എന്ന് ചോദിക്കുവാണ് ഒരു പരിഭവത്തോടെ ശാരദ. അന്നേരം ഗംഗ പറയുന്നുണ്ട്, ഞാൻ അമ്മയെ കളിയാക്കിയതൊന്നുമല്ല, അമ്മയ്ക്കൂടെ ദോശ വേണമെങ്കിൽ അതുകൂടെ ചുട്ടിട്ട് ഈ പാൻ മാറ്റി വയ്ക്കണം, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയും. അന്നേരം ശാരദയ്ക്ക് മനസ്സിലായി ശാരദ ചോദിക്കുന്നതിന് ഒരു കറക്റ്റായിട്ട് മറുപടി പറയാൻ ഗംഗയ്ക്ക് താല്പര്യമില്ല എന്ന്. ആകെ വിഷമിച്ച് ശാരദ അവിടെ നിന്ന് പോകുന്നു. അത് ഗംഗയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഗംഗ വ്യക്തമായൊരു മറുപടി കൊടുക്കുന്നില്ല. അതുപോലെ പിന്നീട് നമ്മുടെ ജയപാലനെയാണ് കാണിക്കുന്നത്. ജയപാലൻ നമ്മുടെ അരവിന്ദിൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ തോട്ടമാണെന്ന് തോന്നുന്നു. ആ തോട്ടത്തിൻ്റെ ഭൂമി പൂജയൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു പൂജാരിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പൂജാരി പറഞ്ഞു വിടും. പൂജാരി നല്ല രീതിയിൽ ജയപാലനെ ഒന്ന് പൊക്കി പറയും, ജയപാലൻ്റെ മകനെയും പൊക്കി പറയും. നല്ല രീതിയിൽ വളർന്നു വരേണ്ട നല്ല മുഖസ്തുതിയുള്ള ചെറുക്കനാണ്, അതുപോലെ ജയപാലൻ്റെ മകൻ വിശാല എന്നൊക്കെ പറയും കേട്ടോ. അന്നേരം അയാൾക്ക് ദക്ഷിണയും കൊടുത്ത് പറഞ്ഞു വിടും. പറഞ്ഞു വിട്ടതിന് ശേഷം ജയപാലൻ മകനോട് പറയുന്നുണ്ട്, എടാ ഞാൻ ഒരു തുറന്ന കളിക്ക് ഒരു തുറന്ന പോരിന് ഇറങ്ങാൻ പോവാണ്, മോൻ ഇതെല്ലാം കണ്ടുപഠിച്ചോണം. ഇതിൻ്റെ അകത്തേക്ക് നീ വന്ന് കയറാൻ വേണ്ടിയൊന്നും അല്ല ഞാൻ ഇതൊക്കെ പറയുന്നത്, ശത്രു ആരാണ് മിത്രം ആരാണ് എന്ന് നീ അറിഞ്ഞിരിക്കണം, അതിനു വേണ്ടിയാണ് എന്ന് പറയുമ്പം വിശാൽ ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ പ്രശ്നം അരവിന്ദൻ മാമൻ്റെ വീട്ടുകാരാണോ, അവർ ഇന്നലെ അമ്പലത്തിൽ വെച്ച് അച്ഛനെ അപമാനിച്ചു എന്ന് ഞാൻ അറിഞ്ഞായിരുന്നു എന്നൊക്കെ പറയുമ്പം അതൊന്നുമല്ല, അതൊക്കെ സോൾവ് ചെയ്യാൻ എനിക്കറിയാം എന്ന്. അതുപോലെ അവൻ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഈ തോട്ടം മേടിച്ച് തരാൻ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന്. അന്നേരം എവിടെയൊക്കെയാണ് എനിക്ക് സ്ഥലങ്ങൾ ഉള്ളത്, ഭൂസ്വത്തുള്ളത് എന്ന് നിനക്കറിയാവോ? കാറെടുത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വൈകിട്ടായാലും കണ്ടു തീരില്ല, അതുപോലെ സ്വത്തുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ജയപാലൻ മോനോട് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് നമ്മുടെ സുജാതയെ കാണിക്കുന്നുണ്ട്. സുജാതയ്ക്ക് ഭയങ്കര വിഷമമാട്ടോ, വിനീതുമായിട്ടുള്ള കുറേ നല്ല നിമിഷങ്ങൾ ഇങ്ങനെ ഓർത്ത് വിഷമിച്ചിരിക്കുവാണ്. അന്നേരം അങ്ങോട്ടേക്ക് ഗീത വരും. എന്നിട്ട് പറയുവാണ്, ഓഹ് മോളെ കണ്ടിട്ട് കുറച്ച് ദിവസമായി, അവളെ കാണാത്തതുകൊണ്ട് ആകെ വിഷമമാണ്, ദാസേട്ടനോട് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടും കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുക. അന്നേരം സുജാത പറയും, സ്വന്തം മക്കളെ പിരിഞ്ഞ എല്ലാ അമ്മമാർക്കും ഇങ്ങനെ വിഷമം തോന്നും എന്ന് പറയുമ്പം കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും ഗീത. എന്നിട്ട് പറയുവാണ്, അതുകൊണ്ടല്ലേ ഞാൻ അമ്മയെ വിട്ട് ഒരിടത്തേക്കും പോകാത്തത്, ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നറിഞ്ഞപ്പം സ്വർണ്ണമ്മ, അതായത് ഭർത്താവിൻ്റെ അമ്മ പറഞ്ഞു, നീ അമ്മയെ വിട്ട് ഒരിടത്തേക്കും പോകണ്ട, അവിടെ തന്നെ നിന്നോ എന്ന്. അതുകൊണ്ടാണ് മോളെ സ്കൂൾ മാറ്റി ഇവിടുത്തെ സ്കൂളിലോട്ട് ചേർക്കാൻ പോവാണ്, ഇനി ഇവർ സ്ഥിരമായിട്ട് ഇവിടെയാണ് നിൽക്കുന്നത് എന്നും പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുവാണ്, ഇങ്ങോട്ട് താമസം മാറ്റണം എന്നൊക്കെ പറഞ്ഞപ്പം ദാസേട്ടൻ ആകെ വിഷമമായിരുന്നു, അവിടുത്തെ ഷോപ്പിംഗ് മാളൊക്കെ അനിയന്മാർ നോക്കിക്കോളും, എങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതെന്താ എന്ന് ചോദിക്കും സുജാത. അന്നേരം അല്ല, അവിടുത്തെ എല്ലാ കാര്യങ്ങളും വിട്ട് ഇവിടെ വന്ന് വെറുതെ നിൽക്കണ്ടേ, പിന്നെ ദാസേട്ടൻ്റെ വിഷമം മാറാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഇനി ഇവിടെയുള്ളതെല്ലാം ഇവിടെയുള്ള അമ്മയുടെ സ്വത്തല്ല, അമ്മയ്ക്കുള്ളതെല്ലാം എനിക്കുള്ളതാണ് ഇനി തൊട്ട് എന്ന് ഞാൻ ദാസേട്ടനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അന്നേരം ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കിയിരിക്കുന്ന സുജാതയെ കാണിക്കുന്നുണ്ട്. ബുദ്ധിയുണ്ടെങ്കിൽ മോളുടെ മനസ്സിൽ ഉദ്ദേശം എന്താണ് എന്നത് സുജാതയ്ക്ക് മനസ്സിലാകും. ഇതൊക്കെയാണ് ഇന്ന് കാണിച്ചത്. പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ അവർ വൈകിട്ട് പാർട്ടി നടത്താമെന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് ആ പാർട്ടി നടത്തി വിനീത് ആകെ അടിച്ച് ലെവൽ തെറ്റി പോവുകയാണ്. മദ്യപിക്കാത്ത ആൾ മദ്യപിക്കുമ്പം ബാലൻസ് കിട്ടില്ലല്ലോ, അത് തന്നെ. അത് കഴിഞ്ഞ് കടയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഈ ദാസേട്ടനും മോളോട് വരുമ്പം കാണുന്നുണ്ട്. അതിവിടെ വന്ന് സുജാതയോട് പറയുവാണ്, ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് വിനീതിനെ കണ്ടായിരുന്നു, പൂസായി അടിച്ച് ലെവൽ തെറ്റി വരുന്നതാ കണ്ടത് എന്നൊക്കെ വന്ന് പറയുമ്പോൾ സുജാതയ്ക്ക് ആകെ വിഷമാവുന്നുണ്ട്. അതുപോലെ ശാരദ ഗംഗയോട് പോയി പറയുന്നുണ്ട്, നീ ഇപ്പോഴും കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കാതെ നിൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കണം, ഭർത്താവ് വരുന്നുണ്ടോ, എപ്പോഴാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കാവേരിയും ഗംഗയും കൂടെ വിനീതിനെ അന്വേഷിച്ച് ഇറങ്ങുവാന്ന് തോന്നുന്നു. അവർ വഴി വെച്ച് വിനീതിനെ കാണുന്നുണ്ട്. വിനീത് ശരിക്കും പൂസായി വയ്യാത്ത അവസ്ഥയിലാണ് കാണുന്നത്. അതായത് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.